വേഗം പാടി. റെഡിയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിയാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. രാധേ, വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ നിങ്ങടെ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ? കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ. ആ വാ, പിള്ളേര് വീട്ടിൽ പോ, വീട്ടിൽ പോകോ. നടക്കടി അങ്ങാട്ട്. നടക്കേല്ലേ? ഒന്ന് വേഗം ആവട്ടടാ. തുണ ഓളിക്ക് നിൽക്കേ. അതങ്ങാട്ട് വലിച്ചു കെട്ടന്റെ പുഷ്കര. കുമാരേട്ടാ, വന്ന ആരാണെന്ന് നോക്കി. കുമാരേട്ടന്റെ അച്ഛനെ തീർത്ത് കളഞ്ഞ ആളാ. ഒന്ന് നിന്നേ. തനിക്കെന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാകാൻ, അന്ന് 13-14 വയസ്സ്. ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ. പണ്ടത്തെ തന്റെ പരാക്രമത്തിൽ ചത്തത് എന്റെ അച്ഛനാ. കുമാരൻ. ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻ കുമാരനാ വിളിക്കണത്. എനിക്കും അവള് ഇഷ്ടമാണ്. കൊമ്പനല്ലേ, പിടിയല്ലല്ലേ. മോനവിടെ വീട്ടിലുണ്ട്, രാധാകൃഷ്ണൻ. ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ, പടുമുളയാ. എന്നോട് വലിയ ലോഹ്യൊന്നും കാട്ടണ്ട. നിങ്ങൾക്കറിയോ, അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി. അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല. വള്ളത്തേന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന്. എന്തിനാണെന്നാ? എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിൽക്കാൻ. ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി ചാകണം. അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും തണുക്കൂ. മോനെ, അന്നൊരു കയ്യബദ്ധം. എന്നെ ഭ്രാന്ത് കെട്ടാതെ വേഗം പോടോ. നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണ പന്നികളെ. ആടായിട്ട് ജനിച്ച മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. അയ്യോ വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പമില്ല. എന്താടാ? ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണ? പോവാസത്തെ, ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിനാ? ടൗണിൽ പോണ്ട, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്ങമ്മൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്ങമ്മ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ? ആടി കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരള കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എന്ത്? രാധേ, പ്രേമാണെങ്കിൽ പ്രേമോന്ന് പറഞ്ഞൂടെ? മുക്കറഞ്ചിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടിലായി. ഇനിയിപ്പോ എന്താ മതി? ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ, ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളെത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ.
സരളയുടെ കാര്യം ഓർത്തിട്ടല്ല, എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ, വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ടി ചെയ്യാലേ ഇന്നോടി തെങ്ങും പറിച്ചിട്ട് ഓടലട്ടമ്മണി. എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്ന, ഞാൻ വിചാരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ഷൂ, ആരും കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകില്ല. അവൻ ചെന്ന് മാലിനോട് പറയും, പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ലു. എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല തുന്നുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. തന്തനത്താനാ തന തന തന്തനത്താനാ ഉയര ഉയ്യാ. നിക്കടാ അവിടെ നിക്കടാ. ഈ തുറക്കാരുടെ കുറെ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണെന്ന്. പോടെ വേളെ, നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരയുടെ ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. വായി നോക്കിൽ ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ വഴിയടക്കാൻ സമ്മതിക്കാത്ത നാറികള്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലോ, ഒറ്റ പിച്ചു ചേരിട്ടോ ഞാൻ. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട. ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പിടിച്ചു. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നവരല്ലേടാ നമ്മള്. ശരിക്കും തല്ലി അവന്മാരെ. തല്ലിയാന്ന ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ ഞണ്ടു നിൽക്കണം. എന്നിട്ട് അവന്മാരെന്നെ കുനിഞ്ഞു നോക്കട്ടെ, ആണാണോ പെണ്ണാണോ എന്ന്. ആ, അതൊക്കെ പോട്ടെ. മാലു എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അവർക്കൊക്കെ നല്ല അഭിപ്രായടോ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടാണെന്ന്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല, ഈ തുറയിൽ ആശ സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനിയിപ്പൊ ആശാൻ സമ്മതിച്ചില്ലേലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണ് വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടി ചോറിയുണ്ട്. അത് നീ എങ്ങനെ കണ്ട്? തൊങ്കിച്ചാടി കളിച്ചപ്പോ പിന്നെ എപ്പോഴും ഇങ്ങനെ മാതികൊണ്ട് നടക്കണ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് വരട്ടി ചൊറിയാ. കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളൂ കൂടി മാതിക്കൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവൾക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ആ, ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. ഉം. എടാ, വണ്ടി കയറ്റി കൊണ്ടുപോവാ. അതിൽ ചാള കയറ്റിയാൽ മതി, ചൊറി പിടിക്കാൻ പോണവനെ. കടലിലൊരു പൊടിമീൻ പോലും ഇല്ല. കടല് കരിഞ്ഞു കിടക്കാണ്. ഇന്നത്തെ കാര്യമില്ലടി, ഒരു വെള്ളത്തിലും മീനില്ല, എല്ലാവരും മടങ്ങുകയാണ്. പോവാ. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ദേ ഇപ്പൊ തുറയിൽ പട്ടിണിയും തുടങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണം ലക്ഷണവും കാണണില്ല. കടലൊടിഞ്ഞ് തന്നെ കിടക്കുവാണ്. ചേറിന്റെ മണം പോലും ഇല്ല. ചാകരില്ലാണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തെക്ക് പടിഞ്ഞാറന്ന് കാറ്റുണ്ട്. അങ്ങനെ കാറ്റടിച്ച് നീരിടുകയും ചെയ്താ കറിച്ചട്ടിയിലെ മീൻ പോലും ഓടി ഒളിക്കുന്ന. ഇങ്ങനെ കടൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ എന്തുണ്ടായ? കടലിൽ നിരക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിലുണ്ടായ?
ഓ അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഏട്ടാ. നീ ഐസ് വെക്കാൻ കടലിൽ പോയിട്ടുണ്ടാ? ഇല്ലല്ല. എടാ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ പണയം വെച്ച് കടലിൽ പോണം ഞങ്ങളുടെ ബലം. മനസ്സിലായടാ? നിങ്ങൾ തോറയിലാശാനെ കണ്ട് സങ്കടം പറ. ഒരു വറുതി വരുമ്പോ അതാണല്ലോ ഇവിടുത്തെ പതിവ്. അതെ, കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ. പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലോ ഇത്. അതെ. ആശാൻ കടലമ്മക്ക് ഒരു കല്ലുവിളക്ക് തീർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല. കുഴപ്പങ്ങളാണല്ല വെളിപാടാകുന്നത്. എന്താണ് ആശാനെ? കടലമ്മ അപശകനം കാണുന്നു. അപശകനം കാണിക്കണ തുറ മുഴുവൻ കടലെടുത്തു പോകുന്ന, അല്ലെങ്കിൽ കടല് കനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും. അതിനിപ്പ കടലമ്മ എന്താ അവസാനം കണ്ടെന്നാ പറയണത്? ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം. കടലമ്മ കാണുന്ന അപശകനും അവനാണ്, ആണും പെണ്ണും കെട്ട രാധ. പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ? ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ? ഇവിടെയും കടലമ്മ കനിയാതെ കീഴടങ്ങി നിൽക്കുക. ഈ കീഴടങ്ങലിൽ മരണമുണ്ട്. ഇത്രയും കാലം അവൻ ഈ തുറയിലുണ്ടായിരുന്നല്ലേ, എന്നിട്ട് ഇപ്പൊ മാത്രം? പ്രായപൂർത്തിയാവുമ്പോഴാണ് സ്ത്രീയാകണതും പുരുഷനാകണതും. ഇത് രണ്ടും അല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല. പ്രായപൂർത്തിയായി കടലിന്റെ മാറിലാട്ട് ഇറങ്ങേണ്ടവൻ നപുംസമായി പോയാൽ ഇതിനെന്തെങ്കിലും പരിഹാര കർമ്മങ്ങള്? പരിഹാരങ്ങളുണ്ട്. കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോണം. അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം. ഇനി എല്ലാവർക്കും പോകാം. ഭയങ്കര കഷ്ടായി. എന്തൊക്കെ ഉണ്ടാവുകയെന്നോ. എല്ലാവർക്കും പോകാൻ ആശാൻ പറഞ്ഞത് കേട്ടില്ലേ? മാലു, ഇനി ഈ മുറ്റത്ത് നീ കാലുകുത്തരുത്. ജീവൻ വേണേ പൊയ്ക്കോ, ഈ തുറ വിട്ടു വയ്ക്കോ, അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും. ഇതീ കൂടുതൽ ഇനി എന്താടി കേൾക്കേണ്ടത്? കരക്കാര് മുഴുവൻ പറഞ്ഞ കേട്ടില്ലേ അവൻ കാരനോട് തുറമുടിയണെന്ന്? പറയണൊരു പറയട്ടെ, ആർക്കാ പറയാൻ പറ്റാത്തത്? ഇതുവരെ കേൾക്കാത്തൊരു വർത്താനം കൊണ്ട് വന്നിരിക്കണം. കണാരേട്ടാ, കണാരേട്ടൻ അറിഞ്ഞില്ലേ തുറയില് പുതിയ കണ്ടുപിടുത്തം? ഈ തുറക്കാർക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ച? തുറക്കാരെ പറഞ്ഞിട്ട് എന്തോ കാര്യം? തുറലാശാൻ വെളിപാടായിട്ട് പറഞ്ഞാൽ പിന്നെ അതിനെതിരുണ്ടായിട്ടില്ല. ഓ, തുറലാശാൻ പറഞ്ഞ ഇവിടെ എല്ലാവർക്കും വേദവാക്യമാണല്ല. പണ്ട് അങ്ങേരുടെ മെമ്പർ നോക്കി ദീനം വന്ന് കിടന്നപ്പ ചാകൂന്ന് വെളിപാടുണ്ടായില്ലല്ല. കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാന്നായിരുന്നല്ല ഡാക്ടർ പറഞ്ഞത്. ഈ വെളിപാടുണ്ടാണ് കണ്ണന്റെ വെളിപാടുണ്ടായില്ല. അയാള് ഭണ്ഡാര തട്ടിപ്പല്ലടോ. വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. കടലിലെ നിയമം അറിയാവുന്ന ആളാണ്. ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പറയേണ്ട കാര്യം അങ്ങേർക്കുണ്ട്. അപ്പൊ കണാരേട്ടനെ അത് വിശ്വസിച്ചിരിക്കണ? ഒന്നുമില്ലാണ്ട് ഈ കടലിൽ ഇങ്ങനെ കരിയുവാ. അല്ലേ അരി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തിയേ? അരി മേടിക്കാൻ ചത്തുപോയതിന്റെ അച്ഛൻ കാശൊന്നുണ്ടാടി. അരി തരേണ്ട കടലിതേ അപ്പുറത്തുണ്ട് എന്ന് ചോദിക്ക്, കൊണ്ട് തരും. വേണ്ടെങ്കി വേണ്ട, എല്ലാരും പട്ടിണി കിടന്ന് ചാകട്ടെ. ചാകട്ടെ. അരി കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട് കാത്തു. എത്ര നാളെന്ന് വെച്ചാ കട മേടിക്കണത്? നോക്കി നടക്ക. നിന്നെ നോക്കി നടന്നാ ഞാൻ പാലത്തേന്ന് വീഴും. ഓ, ദേ വരണ് തുറമുടിക്കാൻ ജനിച്ചവൻ. അയലന്തരത്തുകാരെ വെറുപ്പിച്ചിട്ടവൻ വന്നേക്കാണ്. തുറക്കാര് പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കെട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത്? ഓടെ പോയി വല്ല കടലിൽ ചാടി ചാക്.